എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യരംഗത്തെ നമ്പർ 1 സംസ്ഥാനമാണ് നമ്മൾ എന്നാണ് നമ്മുടെ അവകാശവാദം. എന്നാൽ നമ്പർ 1 ആരോഗ്യ കേരളം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ഉഷ ജോസഫ് എന്ന പേരിലുള്ള ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിൽ 5 വർഷമായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു കത്രിക അവർ കൊണ്ടു നടക്കുന്നതിൻ്റെ പേരിലാണ്. 2021 കോവിഡ് സമയത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു സർജറിയാണ് ഉഷ ജോസഫിന് നടന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് വേദന തിന്നാണ് അവർ കഴിയുന്നത്. ഒടുവിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തി എക്സ്റേ എടുത്ത് നോക്കുന്ന സമയത്ത് വയറ്റിനുള്ളിൽ ഒരു മെറ്റൽ ഒബ്ജക്റ്റ് കണ്ടെത്തുന്നു. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയാൻ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന സമാനമായിട്ടുള്ള സംഭവങ്ങൾ നോക്കുക. ഇതേപോലെ സർജിക്കൽ എക്യുപ്മെൻറ്റ് ഒരാളിൻ്റെ സർജറിക്ക് ശേഷം ശരീരത്തിനുള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നതിൻ്റെ പഴയ കഥകളുണ്ട്. അതുകൂടാതെ സർജറി കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ICUവിൽ കിടക്കുന്ന സമയത്ത് മാനഭംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുണ്ട്. ഏറ്റവും അടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഓരോന്നും ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് അധികൃതർ പറയും. പക്ഷേ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ എല്ലാം കൂടി ഒന്നിച്ചു ചേർത്ത് കഴിഞ്ഞാൽ നിരവധി സംഭവങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ സംവിധാനത്തിൻ്റെ കുറ്റത്തിനെക്കുറിച്ച് കൃത്യമായി പറയുന്ന സമയത്ത് അദ്ദേഹത്തിനെ പോലും ഒരു സർജിക്കൽ എക്യുപ്മെൻറ്റ് കാണാതെ പോയതിൻ്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ശ്രമം നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്പർ 1 ആരോഗ്യ കേരളത്തിലുള്ള പുതിയ കത്രികയാണ് ഇപ്പോഴത്തെ വിഷയം. ഇതിലെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. സത്യത്തിൽ ഇവിടുത്തെ വിഷയം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അശ്രദ്ധയും അവരുടെ കള്ളനാക്കും ക്രിമിനൽ നെഗ്ലിജൻസുമാണ്. ഒരു സാധാരണ പാവപ്പെട്ട വനിതയുടെ ജീവിതത്തിനെ അവർ കഴിഞ്ഞ 5 വർഷമായിട്ട് നരകമാക്കുകയായിരുന്നു. ഇതിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഇതിനോടകം തന്നെ പ്രതികരിച്ച ഡോക്ടർ ലളിതാംബികയുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വാദം മെഡിക്കൽ സയൻസ് അനുസരിച്ച് ശരിയാണോ, ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് ശരിയാണോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടത് അവർ തന്നെയാണ്. അവരാണ് ഓപ്പറേഷൻ നടത്തിയത് എന്ന് ഒരു ആരോപണമുണ്ടാകുന്നു. എന്നാൽ അവരല്ല, മറ്റാരോ ആണ് അന്ന് ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ യൂണിറ്റ് ചീഫ് ആയിരിക്കെ ഒരു ആശുപത്രിയിൽ നടന്നിരിക്കുന്ന ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി പോകാനായിട്ട് കഴിയില്ല എന്ന് ഡോക്ടർ ലളിതാംബിക മനസ്സിലാക്കണം. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ന്യായീകരണ ക്യാപ്സൂളാണ് ഡോക്ടർ ലളിതാംബികയുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നാലോചിച്ച് നോക്കുക. അത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു കത്രികയല്ല, അതൊരു മസ്കിറ്റോയാണ്, അഥവാ ഒരു മസ്കിറ്റോ ഫോഴ്സപ്സ് അല്ലെങ്കിൽ മസ്കിറ്റോ സിസേഴ്സ് ആണ് എന്ന് പറയുന്നു. എന്തായാലും അത് ഒരു എക്സ്റ്റേണൽ എക്യുപ്മെൻ്റ് ആണ്. ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫോറിൻ ബോഡിയാണ്. ഒരു സർജറി ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും ശരീരത്തിനുള്ളിൽ ഉപേക്ഷിക്കാൻ പാടില്ലാത്തൊരു വസ്തുവാണ്. അത് എത്ര വലിയ വസ്തുവാണെങ്കിലും എത്ര ചെറിയ വസ്തുവാണെങ്കിലും ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ഒരു സർജറിക്ക് ശേഷം രോഗിയുടെ ശരീരത്തിൽ നിക്ഷേപിച്ചിട്ടാണ് തുന്നിക്കെട്ടലുകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് എങ്കിൽ അതിനെ മെഡിക്കൽ നെഗ്ലിജൻസ് എന്നല്ലാതെ അതിനെ വിശേഷിപ്പിക്കാനായിട്ട് മറ്റൊരു പദവുമില്ല. അതിന് ഏതൊക്കെ രീതിയിലത്തേക്കുള്ള ന്യായീകരണ ക്യാപ്സൂളുകൾ നിരത്തിയാലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും കഴിയില്ല. പിന്നീട് വന്ന ന്യായമാണ് കുറച്ചുകൂടി ഞെട്ടിക്കുന്നത്. 5 അല്ല 50 വർഷം അത് വയറ്റിൽ കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്ത് തരത്തിലുള്ള മെഡിക്കൽ നോളജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ്, അതും ഒരു ലോഹം കൊണ്ടുള്ള ഒരു വസ്തു, അതും കത്രിക പോലെ തന്നെയുള്ള ഒരു വസ്തു, അതിനിപ്പോൾ മസ്കിറ്റോ സിസേഴ്സ് എന്നൊക്കെ തന്നെ പറഞ്ഞോളൂ, പക്ഷേ ഒരു സർജിക്കൽ എക്യുപ്മെൻറ്റ്, അത് എന്തുകൊണ്ടാണ് ഒരാളുടെ ശരീരത്തിൽ കിടക്കുന്നത്? 50 വർഷം കിടന്നാലും ഒന്നും പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അത് അവിടെ നിന്ന് പൊസിഷനിൽ നിന്ന് അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തുന്നി ചേർത്ത് വെച്ചിരിക്കുന്നതാണോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് മൂലം ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. എന്നിട്ട് വേദന വരുന്ന സമയത്ത് അത് യൂറിനറി സ്റ്റോണിൻ്റേതാണ് എന്ന രീതിയിലത്തേക്കുള്ള ന്യായീകരണം പറയുക. ഒരു സാധാരണ മനുഷ്യൻ്റെ വയറ്റിൽ 5 വർഷം ഒരു ലോഹവസ്തു, ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് കിടന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള മെഡിക്കൽ നോളജിൻ്റെയും ധാർമ്മികതയുടെയും ധൈര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. യാതൊരു തരത്തിലുള്ള മാനുഷിക വികാരങ്ങളും ഇല്ലാതെ ഒരു സ്ത്രീക്ക് പല ദിനരാത്രങ്ങളിലുണ്ടായിരുന്ന യാതനയെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള ബോധമില്ലാതെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് എങ്ങനെയാണ് ഒരു മെഡിക്കൽ പ്രൊഫഷണലിന് സാധിക്കുക? ഇവിടെ സത്യത്തിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. ആ നെഗ്ലിജൻസ് പുറത്തു വരുന്ന സമയത്ത് അതിനെ നിസ്സാരവൽക്കരിക്കുക അഥവാ ട്രിവിയലൈസ് ചെയ്യുക, ആ രീതിയിലത്തേക്കുള്ള പ്രതികരണമാണ് ഇവിടെ വളരെ മുതിർന്ന ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ലളിതാംബികയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ അവർ പറയുന്ന ന്യായീകരണം നോക്കൂ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇൻസ്ട്രുമെൻ്റ് കൗണ്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം കുറവാണ്. സ്ക്രബ് നേഴ്സ്, ഫ്ലോർ നേഴ്സ് എന്നിങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇതിൽ ചില വിഭാഗങ്ങളിൽ സ്റ്റാഫ് ഇല്ല, അണ്ടർ സ്റ്റാഫ്ഡ് ആണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു യൂണിറ്റ് ചീഫായിട്ടിരിക്കുന്ന ഒരാളിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നതിനെക്കുറിച്ച് ഡോക്ടർ ലളിതാംബിക ഇവിടെ ഒന്നും പറയുന്നില്ല. ഒരു ഡോക്ടറായി പതിറ്റാണ്ടുകൾ സേവനം ചെയ്തിട്ടും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റുവരുത്തി
പിന്നീട് ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകുന്നതിന് വേണ്ടി മറ്റുള്ള ആരോ ആണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഇതിനെ പലതരത്തിലുള്ള വിചിത്ര വാദങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ ന്യായീകരിക്കുന്നതിനും ട്രിവിയലൈസ് ചെയ്യുന്നതിനും വേണ്ടിയൊക്കെ ശ്രമിക്കുന്നത് ലജ്ജാകരമാണ് എന്ന് മാത്രമേ ഡോക്ടർ ലളിതാംബികയോട് പറയാനുള്ളൂ. ഇതേപോലെ തന്നെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ബേസിക് സേഫ്റ്റി പ്രോട്ടോകോൾ പോലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രോട്ടോക്കോളുകൾ ഇവർക്കറിയില്ലേ? 5 വർഷമായിട്ട് വയറുവേദനയായിട്ട് ഈ രോഗി നിങ്ങളുടെ ആശുപത്രിയിൽ വന്നിട്ടും ഒരു എക്സ്റേ പോലും അല്ലെങ്കിൽ ഒരു സ്കാൻ പോലും എടുത്തു നോക്കാതെ മരുന്ന് കഴിച്ച് വീട്ടിൽ പോകൂ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ക്രൂരതയാണ് എന്നാലോചിച്ച് നോക്കുക. ഡോക്ടർ ലളിതാംബിക ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇതേ രോഗിക്ക് വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു സർജറി നടന്നിട്ടുണ്ട്. ഇത് ആ സമയത്ത് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കത്രികയാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കും എന്നാണ്. ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്ടർ ലളിതാംബികയോട് പറയുന്നത്. എനിക്ക് യാതൊരു തരത്തിലുള്ള മെഡിക്കൽ നോളജ് ഇല്ലാത്തയാളാണ്. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു സാധാരണ കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംശയം. നിങ്ങളൊരു രോഗിയെ സർജറിക്ക് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അയാളുടെ വയറുഭാഗത്താണ് സർജറി ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അതിന് തൊട്ട് മുമ്പ് സർജറി ചെയ്യുന്നതിൻ്റെ കാരണവുമായി ബന്ധപ്പെട്ട് ഒരു സ്കാനെങ്കിലും എടുത്തു നോക്കില്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെറ്റൽ ഒബ്ജക്റ്റ് വയറ്റിനുള്ളിൽ ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കില്ലേ? അപ്പോൾ സാധാരണഗതിയിൽ കോമൺ സെൻസ് അടിസ്ഥാനത്തിൽ ഒരാളിന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പോലും ചിന്തിക്കുക പോലുമില്ലാതെ ഒരു തരത്തിലുമുള്ള മെഡിക്കൽ എത്തിക്സ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഈ രീതിയിലത്തേക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരാണെങ്കിലും അവരെല്ലാവരും തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുക, അവർക്കെല്ലാവർക്കുമെതിരെ ക്രിമിനൽ നെഗ്ലിജൻസിനുള്ള കേസെടുക്കുക, അവിടെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫും സൂപ്രണ്ടും അടക്കമുള്ള എല്ലാ ആൾക്കാർക്കുമെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടണം. ഇത് ആതുര സേവനമല്ല, ഇങ്ങനെ ലഘൂകരിച്ച് പറയേണ്ടുന്ന കാര്യവുമല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ്. വിദേശത്ത് ഏതെങ്കിലും കൂടുതൽ മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു രാജ്യത്തായിരുന്നു ഇത് സംഭവിക്കുന്നത് എങ്കിൽ ഈ ഉഷ ജോസഫ് ഈ ആശുപത്രിക്കും അധികൃതർക്കുമെതിരെ സ്റ്റേറ്റിനെതിരെ കേസിന് പോവുകയായിരുന്നുവെങ്കിൽ അവർ കൊക്കോടീശ്വരിയായി മാറും എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി അത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല. ഇനി അഥവാ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പരിഹാരം അവർക്ക് കിട്ടിയാൽ പോലും വളരെ തുച്ഛമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക. ഒപ്പം രാഷ്ട്രീയമായിട്ടുണ്ടാകുന്ന ഇടപെടലുകൾ ഇതിനേക്കാളൊക്കെ തന്നെ ഭീകരവുമായിരിക്കും. നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യമന്ത്രി എന്തായിരിക്കും പറയുക എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജാണ്. ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ കർശന നടപടി സ്വീകരിക്കും എന്നാണ് വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത്. വീണ ജോർജ് കർശന നടപടി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പേജുകളിലാണ് ഇതേപോലെ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർ ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇതിലേതൊക്കെ വിഷയങ്ങളിലാണ് മാതൃകാപരമായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്? ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തീരുമാനമെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ പോരാ, മറിച്ച് തീരുമാനമെടുക്കുകയും അത് ജനങ്ങളെ ബോധിപ്പിക്കുകയും വേണം. അതല്ലാതെ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയുമില്ലാതെ കർശന നടപടി സ്വീകരിക്കും എന്ന് പറയുന്നത് കേവലം ഡാമേജ് കൺട്രോൾ മാത്രമാണ്. 5 വർഷം മുമ്പ് തന്നെ ഈ തെറ്റ് നടന്നിരുന്നു. അതിന് ഒന്നാമത്തെ സർജറിയിലേക്ക് ഒന്നും പോകേണ്ടുന്ന ഒരു വിധത്തിലുള്ള കാരണവുമില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ രോഗി അനുഭവിച്ചിരിക്കുന്ന ദുരിതം മുഴുവനും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിൽ ഏറ്റവും മികച്ച പബ്ലിക് ഹെൽത്ത് സംവിധാനങ്ങളുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ഒരു സ്ത്രീ അവരുടേതല്ലാത്ത ഒരു കുറ്റത്തിനാൽ അവരാശ്രയിച്ച സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള കുറ്റത്തിൻ്റെ പേരിൽ ഇങ്ങനെ വേദന തിന്നാണ് 5 വർഷം കഴിഞ്ഞത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ആരും കയ്യിൽ പണമുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിൻ്റെ കാരണം തന്നെ ഇതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഉഷ ജോസഫിനെ പോലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം കിട്ടുന്ന ബില്ല് പേ ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആൾക്കാർ, ദിവസവേതനക്കാരായിട്ടുള്ള ആൾക്കാർ, ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള എത്രയോ ആൾക്കാരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുടെ അത്താണിയാണ് നമ്മുടെ ഗവൺമെൻറ് സംവിധാനം എന്നതിനെക്കുറിച്ച് മന്ത്രിക്കാണ് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകേണ്ടത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ബേസിക് സേഫ്റ്റി പ്രോട്ടോക്കോളുകളും മെഡിക്കൽ കോളേജുകളിൽ പോലും പാലിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇവരെവിടേക്കാണ് ചികിത്സ തേടി പോകേണ്ടത് എന്നതിന് മന്ത്രി തന്നെ മറുപടി നൽകണം. ഇത് ചോദിക്കുന്നതിനുള്ള അവകാശം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഇരയായിത്തീരുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് മൊത്തമാണ്. കാരണം നമ്മുടേതൊരു ജനാധിപത്യ സംവിധാനമാണ്. ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ സർക്കാർ സംവിധാനം എല്ലാം ഓടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രവർത്തന ചെലവായിക്കോട്ടെ, ദൈനംദിന ചെലവായിക്കോട്ടെ, ഈ ഡോക്ടർമാരൊക്കെ തന്നെ വാങ്ങുന്ന ശമ്പളമായിക്കോട്ടെ, ഇതെല്ലാം തന്നെ പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങളിലെ സൗജന്യ ചികിത്സ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഔദാര്യമല്ല, മറിച്ച് അത് നാട്ടുകാരുടെ കോൺട്രിബ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ആ പണം ചെലവഴിക്കുന്നത് ഉത്തരവാദിത്തപരമായിട്ട് തന്നെ ആയിരിക്കണം. ബേസിക് പ്രോട്ടോക്കോൾ പോലും ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ
ഈ നേരത്തിനകം ആരാണ് ഇതിൻ്റെ കുറ്റക്കാർ എന്നതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളെ കൊണ്ട് ആ പണിക്ക് പറ്റില്ല എന്നാണ് ഇതിനർത്ഥം. തീർച്ചയായിട്ടും ഗവൺമെൻറ് ആശുപത്രികളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഉഷയുടെ കുടുംബം ഇപ്പോൾ അമൃത ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഇവിടെ സത്യത്തിൽ സർക്കാർ ഉടനടി ചെയ്യേണ്ടുന്ന കാര്യം, ഒന്ന്, ഇതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക, അവർ സർവീസിലുണ്ട് എങ്കിൽ അവരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുക, അവർക്ക് എല്ലാവർക്കുമെതിരെ സർവീസിലുണ്ടെങ്കിലും റിട്ടയർ ആയെങ്കിലും അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ്. ഉഷയ്ക്ക് വേണമെങ്കിൽ ജോലിയൊക്കെ തന്നെ നിങ്ങൾ കൊടുത്തേക്കാം, പക്ഷേ അവർക്ക് അടിയന്തരമായിട്ട് നഷ്ടപരിഹാരവും ലൈഫ് ടൈം ഫ്രീ ട്രീറ്റ്മെൻറ്റും കൊടുക്കാനായിട്ട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണം. സാധാരണ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു ഹെൽത്ത് ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷമാണ് ഒരു സേഫ്റ്റി ഓഡിറ്റൊക്കെ തന്നെ നടത്തുക. ഈ അവസരം അതിനായിട്ടെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജുകളിലും മറ്റെല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലുമുള്ള ഓപ്പറേഷൻ തിയേറ്റർ സേഫ്റ്റി ഓഡിറ്റിന് വിധേയമാക്കുക. ഒപ്പം അവിടെയുള്ള സ്റ്റാഫിന് വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും നൽകുക. തന്നെയുമല്ല, ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു തെറ്റാണിത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് 4-5 വർഷം മുൻപ് ഈ പരിപാടിയൊക്കെ തന്നെ നടക്കുന്ന സമയത്തും ഇതേ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പൊതുവിടത്ത് വെച്ച് മാപ്പ് പറയുകയും ചെയ്യുക. എന്തായാലും രാജിവെക്കാനായിട്ടൊന്നും പോകുന്നില്ല എന്ന് നമുക്കറിയാം. തന്നെയുമല്ല, ഇപ്പോൾ ഇലക്ഷൻ വരാനായിട്ട് പോവുകയാണ്. മാപ്പ് പറയുകയെങ്കിലും വേണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി ധാർമ്മികത അല്പമെങ്കിലും അവകാശപ്പെടാനെങ്കിലും കഴിയുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, ഉഷ ജോസഫിൻ്റെ ദുരിതം കേവലം ഒരു വ്യക്തിയുടെ ദുരിതമല്ല, നിരവധി ആൾക്കാർ നിരവധി സാഹചര്യങ്ങളിൽ അനുഭവിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് ഉഷ ജോസഫ്. ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ദുരിതമാണിത്. അത് ആശുപത്രിയിൽ വരുന്ന സമയത്ത് ചികിത്സ വൈകുന്നതും ചികിത്സ നിഷേധിക്കപ്പെടുന്നതും ഒപ്പം കട്ടിലിൻ്റെ അടിയിൽ പോലും തറയിൽ പോലും കിടത്തി ചികിത്സ ചെയ്യേണ്ടി വരുന്നതുമായിട്ടുള്ള ആ സാഹചര്യം നേരിടുന്ന നിരവധി ആൾക്കാരുടെ ദുരിതമാണ്. സർക്കാർ ആശുപത്രികളിലേക്ക് പോകാൻ ജനം ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ഇവിടെ ഉഷയ്ക്ക് നീതി വേണം. സമൂഹത്തിലെ വേദന അനുഭവിക്കുന്ന, നീതി നിഷേധം ലഭിക്കുന്ന എല്ലാ ആൾക്കാർക്കും നീതി ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഡോക്ടർ ലളിതാംബികയെ പോലെ വളരെ ലൗഡ് മൗത്തായിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളുണ്ടാകണം. വണ്ടാനം മെഡിക്കൽ കോളേജ്, അതിൻ്റെ അധികൃതർ, ഇവർക്കെല്ലാവർക്കുമെതിരെ അതിശക്തമായിട്ടുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതല്ലാതെ കേവലം ഞങ്ങൾ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന് വാക്കാൽ പറഞ്ഞ് വാക്കാലുള്ള നടപടിയല്ല എടുക്കേണ്ടത്. നമുക്കറിയാം സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് എണ്ണി അക്കമിട്ട് പറഞ്ഞിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു സംവിധാനമാണിത്. അദ്ദേഹത്തിനെതിരെ പത്രസമ്മേളനം നടത്തുക, സർജിക്കൽ എക്യുപ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക, പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ആൾക്കാരുടെ ഫോൺ കോളുകൾ വരിക, ഇതെല്ലാം തന്നെ കണ്ട ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ജനം നിങ്ങളുടെ പക്ഷത്തല്ല എന്ന് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും മനസ്സിലാക്കണം. സിസ്റ്റം തകർന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ കത്രികയാണ് ഉഷ ജോസഫിൻ്റെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയത്. ഈ അശ്രദ്ധയ്ക്ക്, ഈ മെഡിക്കൽ നെഗ്ലിജൻസിന്, ഈ ക്രിമിനൽ കുറ്റത്തിന് സർക്കാർ മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന് മാത്രം സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.